ടാക്സി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ ഒരു വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് അതിൻ്റെ മൈലേജോ അല്ലെങ്കിൽ ബാക്കിയുള്ള കംഫർട്ടുകളോ ഒക്കെ വാല്യൂ കൊടുക്കും എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഗസ്റ്റുകളുടെ പാക്കേജുകൾ ഇല്ലെങ്കിൽ അവരുടെ ബാഗുകൾ കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ്, ലഗേജ് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് പ്രൈം എസ്റ്റിയിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വെഹിക്കിളിനെ ബൂട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 67 ലിറ്റർ കപ്പാസിറ്റിയുള്ള CNGയുടെ ടാങ്ക് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വലിയൊരു സ്പേസ് നമുക്ക് ബൂട്ട് സ്പേസിനായിട്ടും കാണാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന മോഡൽസിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വളരെയധികം വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ CNG ടാങ്ക് കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടുക. ശരിക്കും ആക്ച്വലി ഒരു CNG ടാങ്ക് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്പേസ് ഒട്ടും ഇവിടെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. വലിയ 2 സൂട്ട് കേസുകൾ നമുക്ക് ഈ ഒരു സ്പേസിൽ സുഖമായിട്ട് വെക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഈ വെഹിക്കിളിന് സ്പെയർ വീൽ ഇൻബിൽറ്റ് വരുന്നുണ്ടോ, അതെയോ ടയർ പഞ്ചർ കിറ്റാണോ ഈ വാഹനത്തിന് വരുന്നത്? കാരണം CNG കിറ്റ് വരുന്നുണ്ട്, ആ സ്പേസ് അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്പെയർ കിറ്റായിരിക്കും അല്ലെങ്കിൽ പഞ്ചർ കിറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ഞാൻ ഈ വെഹിക്കിളിൻ്റെ സ്പെയർ വീൽ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വരും. സ്പെയർ വീൽ വരുന്നത് ഈ സ്പേസിൽ തന്നെയാണ്. സാധാരണ ഒരു പ്രൈവറ്റ് കാറുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണോ അതിൻ്റെ സ്പെയർ വീൽ വരുന്നത് ആ സെയിം സ്പേസിൽ തന്നെയാണ് ഇവിടെയും അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകം മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെയിം ടയർ സൈസ് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നത്. 14 ഇഞ്ചാണ് പ്രൈം STയുടെ ടയറിൻ്റെ സൈസ് വരുന്നത്. ആ സെയിം സൈസിൽ തന്നെയാണ് ഇതിൻ്റെ സ്പെയർ വീൽ നമുക്ക് കിട്ടുന്നത്.